പോയേക്കല്ലോ ബലം പോയിട്ട് ചുറ്റും തന്നെ അളവിലോട്ട് പോകും പൈസ പോകും. ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൂഞ്ഞാറാണ്. ഇന്നത്തെ യാത്ര വെച്ചൊരു ആരും അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പൂഞ്ഞാർ അടിവാരം എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമുക്കറിയാവുന്ന വെള്ളച്ചാട്ടങ്ങൾ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വെള്ളച്ചാട്ടങ്ങൾ, നമ്മൾ അറിയപ്പെടാത്ത ചെറുതും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട്. വളരെ മനോഹരം, വലിയ വെള്ളച്ചാട്ടങ്ങളെക്കാളും മനോഹരമായ അടിപൊളി വെള്ളച്ചാട്ടങ്ങളാണ് ഈ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ഇപ്പോൾ ഈ പോകുന്ന വഴി തന്നെ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലെ മെയിൻ വെള്ളച്ചാട്ടമാണ് അടിവാരം ടൗണിലുള്ള വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം നമ്മൾ സാധാരണ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ തന്നെ കാടും മലകളും താണ്ടിയാണ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ടൗണിൽ തന്നെയുള്ള വെള്ളച്ചാട്ടം. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ കോട്ടയം, പാല, ഈരാറ്റുപേട്ട എന്ന് വന്നിട്ട് പൂഞ്ഞാറിൽ നിന്ന് അടിവാരം ബസ്സിൽ കയറുക. അടിവാരം ബസ്സിൻ്റെ എൻഡിങ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ബസ്സിൽ വന്നാലും കാണാം, പ്രൈവറ്റ് വണ്ടി വന്നാലും കാണാം. ആ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം. മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. അത് കാരണം നിങ്ങൾക്ക് ഏത് രീതി വന്നാലും ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷേ മറ്റുള്ളൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സ്വന്തം വണ്ടിയിൽ പോയി കാടും മലകളും കുന്നുകളും താണ്ടി കുറേ നടക്കുന്നതൊക്കെ ചെല്ലുമ്പോഴാണ് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടം അങ്ങനെയല്ല. ഇത് പക്ക ടൗണിൽ തന്നെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം. പക്ഷേ ഇത് വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി തന്നെ കാണണം. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമെല്ലാം കുറവാണ്, എന്നാലും നല്ല രസമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് പൂഞ്ഞാർ അടിവാരം റൂട്ട്. ഈ റൂട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത്രയും മനോഹരമായ റൂട്ട് കോട്ടയം ജില്ലയിൽ വേറെയില്ല. ഇതൊരു മലയോര മേഖലയിലേക്കുള്ളൊരു റൂട്ടാണ്, ബസ് റൂട്ടാണ്. പക്ഷേ ഈ റോഡ് കണ്ടില്ലേ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയുള്ള റോഡ്. ഒരു കട്ടറോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി റോഡെന്ന് വെച്ചാൽ അടിപൊളി റോഡ്. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത്രയും നല്ല മലയോര മേഖലയിൽ ഇത്ര നല്ല റോഡുകളുള്ളത് കോട്ടയം ജില്ലയിൽ മാത്രമേ. ഇപ്പോൾ ആലപ്പുഴ ചെന്നാൽ പോലും ആലപ്പുഴയിലെ നാഷണൽ ഹൈവേക്ക് പോലും ഈ വീതിയേ ഉള്ളൂ. ആ നല്ല അടിപൊളി റോഡുകളുള്ളത് കോട്ടയം ജില്ലയിലാണ്. ഇപ്പോൾ പാലായിലൊക്കെ റോഡുകൾ കാണും. പാല ബൈപ്പാസ് എന്നാ വീതിയാണ്. കോട്ടയം ജില്ലയിലെ മാത്രം ഇത്ര അടിപൊളി റോഡുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല തണലാണ്. ഇതിപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു വെയിൽ പോലുമില്ല. അടിപൊളി നല്ല തണലിലൂടെ യാത്ര ചെയ്യാം. സ്കൂട്ടറിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു റോഡാണ് ഈ അടിവാരം റൂട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം. ആ നിറം കണ്ടോ, ആ വെള്ളത്തിൻ്റെ നിറം കണ്ടോ, നീല കളറ്, പച്ച കലർന്നൊരു നീല കളറ്. ഇതിപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ്. ഇത് മഴക്കാലത്ത് വരണം, എന്നാലേ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. എന്നാലും കണ്ടില്ലേ, ഇതൊരു നിലയില്ല കയമാണെന്നാണ് തോന്നുന്നത്. അത് കാരണം നീന്തലും ഒന്നും അറിയത്തില്ലാത്തവർ ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കരുത്. കരയിൽ നിന്ന്, ഇതിപ്പോൾ റോഡിൽ നിന്നാണ് കാണുന്നത്. റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ എന്നാ വ്യൂ ആണ്. ഏതെങ്കിലും വെള്ളച്ചാട്ടം നമുക്ക് ഇതുപോലെ റോഡിൽ നിന്ന് കാണാൻ പറ്റും. ഒരു വെള്ളച്ചാട്ടം നമുക്ക് റോഡിൽ നിന്ന് കാണാൻ സാധിക്കത്തില്ല. എല്ലാം ഈ കുന്നിലും കാട്ടിലൊക്കെയാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടം നോക്കിയേ, പക്ക റോഡിൽ. ഇപ്പോൾ ഞാൻ റോഡിൻ്റെ മേളിൽ പാലത്തിൽ നിന്നാണ് വെള്ളച്ചാട്ടം കാണുന്നത്. ഇതുപോലെ ലോകത്തിൽ ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം. ഇത് കൂട്ടൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം. ഇന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ അതും കൂടെ കാണാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയുള്ള ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ റൂട്ട്സ് വഴിയിലെത്തിയിരിക്കുകയാണ്. 90 ഡിഗ്രി കയറ്റം എന്ന് വെച്ചാൽ 90 ഡിഗ്രി കയറ്റം. വണ്ടിയൊക്കെ പോകും. അതൊക്കെ ഭയങ്കര റിസ്കി റോഡാണ്. തൊട്ട് താഴെ വലിയൊരു കൊക്കയാണ്. റിസ്കി റോഡെന്ന് വെച്ചാൽ റിസ്കി റോഡ്. ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ആ ലെവല് റോഡാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി നടക്കുകയാണ്. വണ്ടിയൊന്നും കയറ്റമൊന്നും കയറുന്നു പോലില്ല. വളരെ മോശം റോഡ്. ഇറങ്ങി കയറുവാണ്. വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചില്ല. അത് ഭയങ്കര ഇച്ചിരി പാടാണ്. അങ്ങനെ ഫൈനലി വീണ്ടും ആദ്യം വന്ന വെള്ളച്ചാട്ടത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി ഈ വെള്ളച്ചാട്ടം മാത്രം ആസ്വദിക്കാം. മറ്റേ വെള്ളച്ചാട്ടം ഇനി വേറൊരു ദിവസം വരാം. അത് കാണാൻ പോകണമെങ്കിൽ ജീപ്പിൽ വല്ലതും പോകണം. 2 വീലറിനൊന്നും പോകാൻ പറ്റിയൊരു ലൊക്കേഷനിലല്ല ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വെള്ളച്ചാട്ടം തന്നെ കാണാം ഇന്ന്.
ഒരു ദിവസം കോട്ടയം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ മാത്രം കാണാൻ വേണ്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ പോലും കാണാനുള്ള അത്രയും വെള്ളച്ചാട്ടങ്ങൾ കോട്ടയം ജില്ലയിലുണ്ട്. കോട്ടയം ജില്ല മലയോര മേഖലകളിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ വെള്ളച്ചാട്ടങ്ങളാണ്. ഇപ്പോൾ ഈ റൂട്ടിൽ തന്നെ ഒരു 3 വെള്ളച്ചാട്ടം ഇപ്പോൾ എൻ്റെ അറിവിലുണ്ട്. ഇപ്പോൾ ഞാൻ അറിയാത്ത വെള്ളച്ചാട്ടങ്ങൾ വേറെയും കാണും, പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ 3 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഈ ലൊക്കേഷൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ മാർമല വെള്ളച്ചാട്ടം, വേങ്ങത്താനം വാട്ടർഫോൾസ്, ഇതെല്ലാം ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വളരെ ഫേമസ് വെള്ളച്ചാട്ടമാണ്. ഈ മാർമല വാട്ടർഫോൾസും അരുവിക്കുഴി വാട്ടർഫോൾസും വേങ്ങത്താനം വാട്ടർഫോൾസും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. ഇപ്പോൾ അരുവികച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോഴത്തേന് അതിൻ്റെ കൂടെയുള്ള കോംപ്ലിമെൻ്ററി ആയിട്ട് കാണാൻ പറ്റിയ വെള്ളച്ചാട്ടങ്ങളാണ് ഇപ്പോൾ ഈ കണ്ട അടിവാരം വെള്ളച്ചാട്ടം, അതുപോലെയുള്ള ഈ തൊട്ടടുത്തുള്ള 2 വെള്ളച്ചാട്ടം. ഇതൊക്കെ ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും ലഭ്യമല്ല. ഈ സ്ഥലങ്ങളുടെ പേരിലാണ് ഇതൊക്കെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതൊക്കെ അൺനോൺ വെള്ളച്ചാട്ടങ്ങൾ. ആ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ, എന്നാ കളറാണ്. ഇവിടെയൊക്കെ ശരിക്കും നീന്തി കളിക്കാൻ തന്നെ തോന്നുന്നു. പക്ഷേ നമുക്കറിയത്തില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ചാടിയിട്ട് ആവശ്യമില്ലാത്ത വയ്യാവേലി കയറി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ വേനൽക്കാലമായിട്ട് പോലും കണ്ടില്ല, നല്ല വെള്ളമാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലോ, ഇതൊരു ദിവസം മഴക്കാലത്തും കൂടെ വന്ന് കാണണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വേനൽക്കാലമായിട്ട് പോലും നല്ല രസമാണ്. ആ വെള്ളത്തിനൊക്കെ കണ്ണീരിൻ്റെ കളറാണ്, കണ്ണീരിൻ്റെ കളറ്. മേളിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നുണ്ടില്ലേ. ഇവിടെയൊക്കെ നമുക്ക് ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് ഈ ലൊക്കേഷനൊക്കെ. നല്ല അടിപൊളി, നമുക്ക് ആ ഉച്ചയുടെ ഒന്നും കാഠിന്യം പോലും അനുഭവപ്പെടുന്നില്ല. നല്ല അടിപൊളി നല്ല ക്ലൈമറ്റാണ്. പെർഫെക്റ്റ് ലൊക്കേഷൻ വെച്ചാൽ പെർഫെക്റ്റ് ലൊക്കേഷനാണ്. ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.